നമസ്കാരം. ഇന്ത്യയുടെ കരസേനാ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനായി അമേരിക്കയുമായി ഒപ്പുവെച്ച അപ്പാച്ചെ ഹെലികോപ്റ്റർ കരാർ ഫലമണിയാൻ പോവുകയാണ്. ഈ കരാർ പ്രകാരം ഇന്ത്യ വാങ്ങിയ 6 അപ്പാച്ചെ AH-64E ഹെലികോപ്റ്ററുകളുടെ ആദ്യ ബാച്ച് ഈ മാസം എത്തും. കരസേനയുടെ ഭാഗമായ ആർമി ഏവിയേഷൻ കോർപ്സിനായാണ് പറക്കും ടാങ്കുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ അത്യാധുനിക കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾ വാങ്ങിയിരിക്കുന്നത്. 2020 ഫെബ്രുവരിയിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ സന്ദർശനത്തിനിടെയാണ് $800 മില്യൺ ഈ കരാർ ഒപ്പുവയ്ക്കപ്പെട്ടത്. ഈ കരാർ പ്രകാരം 6 അപ്പാച്ചെ AH-64E ഹെലികോപ്റ്ററുകൾ വാങ്ങാനാണ് ഇന്ത്യ US-ഉമായി ധാരണയായത്. ആ ധാരണ പ്രകാരം 2024 ജൂണിനുള്ളിൽ ഹെലികോപ്റ്ററുകൾ ലഭ്യമാക്കാനായിരുന്നു പദ്ധതിയിട്ടത്. ഇതേ തുടർന്ന് 2024 മാർച്ചിൽ ആർമി ഏവിയേഷൻ കോർപ്സ് ജോധ്പൂരിൽ അപ്പാച്ചെ സ്ക്വാഡ്രൺ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ആദ്യം ധാരണയായ പ്രകാരം 2024 ജൂൺ ആയപ്പോഴേക്കും ഈ ഹെലികോപ്റ്ററുകൾ ഇന്ത്യയിലെത്തിക്കാനായില്ല. വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും ഇലക്ട്രിക്കൽ ജനറേറ്ററുകളിലെ തകരാർ പോലുള്ള സാങ്കേതിക പ്രശ്നങ്ങളും കാരണമാണ് നിർമ്മാതാക്കളായ ബോയിങ് കമ്പനിക്ക് ഇവയുടെ കൈമാറ്റം പലതവണ മാറ്റിവെക്കേണ്ടതായി വന്നത്. ഒടുവിൽ 1 വർഷത്തിന് ശേഷം ഈ മാസം അത് ലഭ്യമാക്കുമെന്ന അറിയിപ്പ് വന്നിരിക്കുകയാണ്. ഇവയുടെ വരവ് ഇന്ത്യൻ കരസേനയുടെ പ്രഹരശേഷി വർദ്ധിപ്പിക്കുന്നതിന് നിമിത്തമായി തീരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന നീക്കങ്ങൾക്കിടെ പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പടിഞ്ഞാറൻ അതിർത്തിയിലെ സൈനിക വിന്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി വരുന്ന ഈ സാഹചര്യത്തിൽ അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ വരവ് ഏറെ നിർണായകമാണ്. അവ രാജ്യത്തിന്റെ പ്രതിരോധ ആസ്തിയിൽ വലിയ മുതൽക്കൂട്ടായി തന്നെ മാറും. 3 ബാച്ചുകളായി കൈമാറ്റപ്പെടുന്ന അപ്പാച്ചെ ഹെലികോപ്റ്ററുകളിൽ 3 എണ്ണം അടങ്ങുന്ന ആദ്യ ബാച്ചാണ് ഈ മാസം എത്തുക. ശേഷിക്കുന്ന 3 ഹെലികോപ്റ്ററുകൾ ഈ വർഷം അവസാനത്തോടെ എത്തുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഒട്ടനേകം സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന അപ്പാച്ചെ AH-64E അവയുടെ ചടുല പ്രവർത്തനങ്ങൾ, ഫയർ പവർ, ലക്ഷ്യസ്ഥാനങ്ങൾ കൃത്യമായി കാണാനുള്ള കഴിവ് എന്നിവയാൽ ഏറെ ശ്രദ്ധേയമാണ്. ഹെൽഫയർ മിസൈലുകൾ, സ്റ്റിങ്ങർ എയർ ടു എയർ മിസൈലുകൾ, മിനിറ്റിൽ 625 റൗണ്ട് വെടിയുതിർക്കാൻ ശേഷിയുള്ള തോക്ക് എന്നിവയെല്ലാം ഘടിപ്പിച്ച ഈ ഹെലികോപ്റ്ററുകൾ കരസേനയുടെ കവചിത സേനയ്ക്ക് താങ്ങും തണലുമായി തീരും. ഡ്രോണുകളെ നിയന്ത്രിക്കാനുള്ള കഴിവും അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾക്കുണ്ട്. കരസേനയ്ക്കായുള്ള അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ജോധ്പൂരിലെ നക്താലോയിൽ 2024 മാർച്ചിൽ രൂപീകരിച്ച 451 ഏവിയേഷൻ സ്ക്വാഡ്രണിലേക്കാണ് എത്തുക. ഇവ കരസേനയുടെ ഭാഗമാകുന്നതോടെ സേനയ്ക്ക് സ്വന്തമായി ആക്രമണ ഹെലികോപ്റ്റർ സ്ക്വാഡ്രൺ വേണമെന്ന ദീർഘകാല ആവശ്യമാണ് യാഥാർത്ഥ്യമാകുന്നത്. കരയാക്രമണ വേളകളിൽ സേനയ്ക്ക് ആകാശത്തു നിന്നും പിന്തുണയേകാൻ പ്രവർത്തിക്കുന്ന വിഭാഗമാണ് ആർമി ഏവിയേഷൻ കോർപ്സ്. പ്രധാനമായും അതിർത്തി നിരീക്ഷണം, സൈനിക നീക്കങ്ങൾ എന്നിവയിൽ കരസേനയുടെ സുപ്രധാന ഭാഗമാണ് ആർമി ഏവിയേഷൻ കോർപ്സ്. ഇവരുടെ ദൗത്യ നിർവഹണത്തിന് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഏറെ പ്രയോജനപ്രദമായി തീരും. നിലവിൽ 22 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ രാജ്യത്തെ വ്യോമസേനയുടെ ഭാഗമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. 2015 കരാർ പ്രകാരമാണ് ആ 22 ഹെലികോപ്റ്ററുകൾ വ്യോമസേനയുടെ ഭാഗമായത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി അപ്പാച്ചെ ഹെലികോപ്റ്ററിന്റെ പ്രധാന ഭാഗങ്ങൾ ഹൈദരാബാദിലെ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡുമായി സഹകരിച്ചാണ് ബോയിങ് കമ്പനി നിർമ്മിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.